Thiruvananthapuram International Airport. ആകാശയാത്രയുടെ തുടക്കം കുറിച്ച് കേരളത്തിന്റെ ആദ്യത്തെ എയർപോർട്ട് തിരുവനന്തപുരത്ത് സ്ഥാപിതമായതിന് പിന്നിൽ ഒരു ചരിത്ര കഥയുണ്ട്. ആ ആകാശ സ്വപ്നത്തിന്റെ കഥ ഇങ്ങനെയാണ്. പഴയ തിരുവിതാംകൂറിന്റെ മണ്ണിൽ കായിക കേരളത്തിന്റെ പിതാവായി വാഴ്ത്തപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജ എന്ന പൈലറ്റിന്റെ സ്വപ്നമായിരുന്നു ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു വഴിയൊരുക്കുക എന്നുള്ളത്. അങ്ങനെ 1932 കേരള ഫ്ലൈയിംഗ് ക്ലബിന്റെ ഭാഗമായി ഈ എയർപോർട്ട് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്തായിരുന്നില്ല, മറിച്ച് കൊല്ലം ആശ്രമ മൈതാനത്തായിരുന്നു. പിന്നീട് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ഈ സംവിധാനം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ 1935 തിരുവനന്തപുരത്തെ ആകാശത്ത് ചരിത്രം കുറിച്ചു ആദ്യത്തെ വിമാനം ടാറ്റ എയർലൈൻസിന്റെ DH-83 ഫോക്സ്മോർ പൈലറ്റ് നെവിൽ വിൻസെന്റ് നിരത്തിറക്കിയപ്പോൾ അത് തിരുവിതാംകൂറിന്റെ പുതിയ യുഗപ്പിറയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയിയായ വില്ലിംഗ്ടൺ പ്രഭുവിനു തിരുവിതാംകൂർ മഹാരാജാവിന് അയച്ച സന്ദേശവുമായാണ് ആ വിമാനം തിരുവനന്തപുരത്ത് എത്തിയത്. പിന്നീട് രാജകീയ കത്തിടപാടുകൾക്കും രാഷ്ട്രീയ ഉത്തരവുകളും ബോംബെയിലേക്ക് വേഗത്തിൽ എത്തിക്കുവാനായി ഈ സർവീസ് ഉപയോഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തിരുവനന്തപുരം എയർപോർട്ട് ആഭ്യന്തര സർവീസുകളുടെ ഒരു എയർ സ്ട്രിപ്പായി മാറി. കേരളത്തിന്റെ വികസനത്തിന്റെയും വിദേശ ബന്ധങ്ങളുടെയും മുഖ്യവാതിലായി നിലനിൽക്കുകയും ചെയ്യുന്നു. കേണൽ ഗോദവർമ്മ രാജ കണ്ട സ്വപ്നമാണ് ഇന്ന് തലസ്ഥാന നഗരിയുടെ പ്രൗഢിയായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് തലയുയർത്തി നിൽക്കുന്നത്.